ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ HSI മാത്തമാറ്റിക്സിൻ്റെ മൊഡ്യൂൾ 6 സെൻട്രൽ ടെൻഡൻസി എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഇതിൽ പ്രധാനമായിട്ടും മീൻ മീഡിയൻ മോഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം സെൻട്രൽ ടെൻഡൻസിയുടെ മലയാളം വേർഡ് എന്ന് പറയുന്നത് കേന്ദ്ര പ്രവണതയാണ്. ദ പ്രോപ്പർട്ടി ഓഫ് ദ ഒബ്സർവേഷൻ ഇൻ എ ഡേറ്റ ടു ക്ലസ്റ്റർ ഓർ കോൺസെൻട്രേറ്റ് അറൗണ്ട് എ വാല്യൂ ഈസ് നോൺ ആസ് സെൻട്രൽ ടെൻഡൻസി. അതായത് ഒരു ഒബ്സർവേഷൻ്റെ ഡേറ്റകൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂവിന് ചുറ്റും കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുക അല്ലെങ്കിൽ ക്ലസ്റ്റർ ചെയ്ത് കിടക്കുക, ഈ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കേന്ദ്ര പ്രവണതാമാനങ്ങൾ അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്. അതായത് ഈ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും. ഇത് നമ്മുടെ എൻറ്റയർ ആയിട്ടുള്ള ഡേറ്റയെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ തരുന്ന ഒരു വാല്യൂ ആയിരിക്കും. അതായത് വിച്ച് ഗീവ്സ് as a clear idea about the concentration of observation in the central part of distribution. നെക്സ്റ്റ്, ഇവിടെ യെല്ലോയിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആർത്തർ ലയോൺ ബൗളിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ എലമെൻറ്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ആവറേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു നല്ല ശരാശരിയുടെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വന്നിട്ട് സിമ്പിൾ ആൻഡ് റിജിഡ്. അതായത് ഒരു നല്ല ശരാശരി എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും, അതേപോലെ റിജിഡ് ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു കോമൺ മാന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആയിരിക്കണം. മൂന്നാമത് വന്നിട്ട് ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ. അതായത് നമ്മൾ മീഡിയൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് സെൻട്രൽ കിടക്കുന്ന വാല്യൂ ആണ് മീഡിയനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാ ഒബ്സർവേഷനെയും കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഒരു നല്ല ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ഒബ്സർവേഷനെയും കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. നാലാമത് വന്നിട്ട് എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് ചെയ്യരുത്. അതായത് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സം ഡിവൈഡഡ് ബൈ നമ്പറാണ് ചെയ്യുന്നത്. അതായത് ഒരു ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് സെൻറ്ററിൽ കിടക്കുന്ന വാല്യൂവിനെക്കാട്ടി വളരെ വലിയൊരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ടോട്ടലായിട്ട് ആ ആവറേജിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ലീസ്റ്റ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ആയിരിക്കണം. നെക്സ്റ്റ് വന്നിട്ട് ലീസ്റ്റ് അഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻ ഓഫ് സാമ്പിളിങ്. അതായത് നമ്മളൊരു സാമ്പിളിങ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, ലീസ്റ്റ് ആയിട്ടായിരിക്കണം ഈ ശരാശരിനെ അഫക്റ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് വന്നിട്ട് ക്യാപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. അതായത് മറ്റ് മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ നമുക്ക് ഈ ഒരു ആവറേജിനെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴും ലൊക്കേഷൻ ഓർ പൊസിഷൻ ഓഫ് ദി വാല്യൂ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ സിലബസ് പ്രകാരം 5 മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ആണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് മീൻ അല്ലെങ്കിൽ മാധ്യം, രണ്ടാമത്തേത് മീഡിയൻ അല്ലെങ്കിൽ മധ്യാങ്കം, മൂന്നാമത്തേത് മോഡ്, നാലാമത്തേത് ജോമെട്രിക് മീൻ അല്ലെങ്കിൽ ജാമിതീയ മാധ്യം, അഞ്ചാമതായിട്ട് ഹാർമോണിക് മീൻ അല്ലെങ്കിൽ സന്തുലിത മാധ്യം. ഇതിൽ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ നെക്സ്റ്റ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഈ 5 എണ്ണമാണ് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യത്തേത് മീൻ, നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ളതാണ്. ഇതിൻ്റെ മലയാളം വേർഡ് എന്ന് പറയുന്നത് മാധ്യം എന്നുള്ളതാണ്. അതായത് x1 x2 അപ് ടു xn കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാധ്യം അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സം ഡിവൈഡഡ് ബൈ നമ്പറാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂഷ്വലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. ഇതിനെ മീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ബാർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ്(x) ഡിവൈഡഡ് ബൈ n എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡീമെറിറ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മീൻ കണ്ടുപിടിക്കുമ്പം ഇത് എക്സ്ട്രീം വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സെൻട്രൽ ടെൻഡൻസിയാണ്. നമ്മൾ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് പറഞ്ഞായിരുന്നു ഒരു നല്ല ശരാശരി എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്ട്രീം വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. പക്ഷേ മീൻ എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ശരാശരിയാണ്. അതേപോലെ തന്നെ വെയ്റ്റഡ് മീന്, കമ്പൈൻഡ് മീൻ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇക്വേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം.
ഇനി മീഡിയൻ എന്ന് പറയുന്നതാണ് എപ്പോഴും നമ്മൾ പൊസിഷണൽ ആവറേജ് ആയി എടുക്കാറ്. അതായത് മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയിനെ ചെറുതിൽ നിന്ന് വലുതിലേക്കോ, അതായത് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തിട്ട് സെൻറ്ററിൽ വരുന്ന അല്ലെങ്കിൽ മിഡിൽ മോസ്റ്റ് ആയിട്ട് വരുന്ന ഒബ്സർവേഷനെയാണ് മീഡിയൻ ആയിട്ട് കണക്കാക്കുന്നത്. മീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയിനെ എപ്പോഴും 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇനി ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഉള്ളത് എങ്കിൽ n+1/2 ഒബ്സർവേഷൻ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഉള്ളത് എങ്കിൽ മീൻ ഓഫ് n/2 ആൻഡ് n/2+1 ഒബ്സർവേഷൻസ് ആയിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഫോർ കണ്ടിന്യൂസ് ഡേറ്റ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L+n/2 - C ഡിവൈഡഡ് ബൈ F/H ആണ്. L എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്, C എന്ന് പറയുന്നത് ക്യുമുലേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് പ്രിസീഡിങ് ക്ലാസ്, അതായത് ഏതാണോ മീഡിയൻ ക്ലാസ് അതിന് തൊട്ടു മുമ്പിലുള്ള ഫ്രീക്വൻസി ടേബിളിൽ ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും C എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ് ആണ്. H എന്ന് പറയുന്നത് ക്ലാസ് വിഡ്ത്ത് ആണ്. ഇനി മീഡിയൻ്റെ മെറിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇറ്റ് ഹാസ് എ റിജിഡ് ഡെഫിനിഷൻ, അതായത് ഒരു കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ മീഡിയന് ഉണ്ട്. രണ്ടാമത്തത് ഈസി ടു കാൽക്കുലേറ്റ് ആണ്, അതായത് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. മൂന്നാമത്തത് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്, അതായത് നമ്മൾ ഡിസൈറബിൾ പ്രോപ്പർട്ടീസിൽ പറഞ്ഞൊരു കാര്യമാണ് എക്സ്ട്രീം വാല്യൂസിനെ ലീസ്റ്റായിട്ട് അഫക്റ്റ് ചെയ്യണം. മീൻ വന്നപ്പോൾ നമ്മൾ ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞതാണ് അത് എക്സ്ട്രീം വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മീഡിയൻ്റെ കേസ് വരുമ്പോൾ മീഡിയൻ എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് ചെയ്യാറില്ല. അതേപോലെ തന്നെ ലാസ്റ്റ് ആയിട്ടുള്ള മെറിറ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് അല്ല നെക്സ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓപ്പൺ ഇൻ ക്ലാസ്, അതായത് ഓപ്പൺ ഇൻ ക്ലാസ് വരികയാണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ഇനി നമ്മൾ ഡീമെറിറ്റ്സ് ഓഫ് മീഡിയൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് കനോട്ട് ബി കാൽക്കുലേറ്റഡ് എക്സാക്ട്ലി, അതായത് മീഡിയൻ എന്ന് പറയുന്നത് എക്സാക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമതായിട്ട് മീഡിയൻ എന്ന് പറയുന്നത് എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. മൂന്നാമതായിട്ട് അഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻ ഓഫ് സാമ്പിളിങ്, അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിളിങ്ങിൻ്റെ സാമ്പിളിങ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നാലാമത് വന്നിട്ട് നോട്ട് കാപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് പറഞ്ഞായിരുന്നു ഒരു ഗുഡ് ആവറേജ് എന്ന് പറയുന്നത് ഫർദർ കാൽക്കുലേഷൻസിന് ഉതകുന്ന രീതിയിലായിരിക്കണം. പക്ഷേ നമ്മൾ മീഡിയൻ ആണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫർദർ കാൽക്കുലേഷൻസിന് നോട്ട് കാപ്പബിൾ ആയിരിക്കും. ഇനി നമ്മൾ മോഡ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. മോഡ് ഈസ് ദ ഡേറ്റ ഹാവിങ് മാക്സിമം ഫ്രീക്വൻസി, അതായത് മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മോസ്റ്റ് റെക്കറിംഗ് ആയിട്ട് വരുന്ന ഡേറ്റേനെയാണ് നമ്മൾ മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് ഇറ്റ്സ് കോൾഡ് ഫാഷനബിൾ ആവറേജ് ഓർ ബിസിനസ് ആവറേജ്, അതായത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് നോക്കുക. മോഡിനെയാണ് നമ്മൾ ഫാഷനബിൾ ആവറേജ് അല്ലെങ്കിൽ ബിസിനസ് ആവറേജ് എന്നൊക്കെ പേരുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ മീഡിയൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു മീഡിയൻ ഈസ് ദി പൊസിഷണൽ ആവറേജ്, മോഡ് ഈസ് ദി ഫാഷനബിൾ ആവറേജ് ഓർ ബിസിനസ് ആവറേജ്. ഒരു കണ്ടിന്യൂസ് ഡേറ്റയിൽ മോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് L+F1 - F0 ഡിവൈഡഡ് ബൈ 2F1 - F0 - F2. F1 എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ്, അതായത് മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ട് ഫ്രീക്വൻസി വരുന്ന ആ ക്ലാസ്സിനെയാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. F0 എന്ന് പറയുന്നത് അതിൻ്റെ പ്രിസീഡിങ് ക്ലാസ്, അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിനെയാണ് F0 എന്നതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. F2 എന്നത് ഫ്രീക്വൻസി ഓഫ് സക്സീഡിങ് ക്ലാസ്, മോഡൽ ക്ലാസ്സിന് തൊട്ട് താഴെ വരുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് F2 എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് ക്ലാസ് വിഡ്ത്ത് ആയിരിക്കും. L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് ആയിരിക്കും. അടുത്തത് വന്നിട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ, മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ, അല്ലെങ്കിൽ നമുക്കിതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 × മീൻ മൈനസ് മീഡിയൻ എന്നും റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പ്രധാനമായിട്ടും മീൻ, മീഡിയൻ, മോഡ്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങളുടെ HSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡു സബ്സ്ക്രൈബ്.